നമസ്കാരം. ഇന്നത്തെ വീഡിയോ വളരെ ചരിത്ര പ്രാധാന്യമുള്ള തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചിട്ടാണ്. കൊടുങ്ങല്ലൂരിനടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം. അതിപുരാതനമായ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ 7-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിൽ ക്ഷേത്ര നിർമ്മിതിയും നടന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചേരരാജാക്കന്മാരുടെ കുലക്ഷേത്രമായിരുന്നത്രേ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം എന്നാണ് ശൈവഭക്തി സാഹിത്യത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ചേരരാജാക്കന്മാരുടെ തലസ്ഥാനമായ വഞ്ചിമുത്തൂരാണ് പിന്നീട് തിരുവഞ്ചിക്കുളമായി മാറിയത്. 2-ാം ചേര സാമ്രാജ്യ കാലഘട്ടത്തിൽ ചേരമാൻ പെരുമാളുടെ സമയത്താണ് പുതിയ ക്ഷേത്ര നിർമ്മാണം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. അതിനു മുമ്പുള്ള ആദ്യ ചേരന്മാരുടെ സമയത്ത് ഇത് ഒരു ചെറിയ ക്ഷേത്രമായിരുന്നത്രേ. ചേരമാൻ പെരുമാളും സുഹൃത്തായ സുന്ദരമൂർത്തി നായനാരും വലിയ ശിവഭക്തരായിരുന്നു. ശിവകീർത്തനങ്ങൾ പാടി ദക്ഷിണേന്ത്യ മുഴുവൻ സഞ്ചരിച്ചിരുന്നുവെന്നും വയസ്സുകാലത്ത് ഇവർ ഇരുവരും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ വെച്ച് സ്വർഗം പ്രാപിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. അവർ ഉറ്റമിത്രങ്ങളായതിനാൽ രണ്ടുപേരുടെയും വിഗ്രഹങ്ങൾ ഒരേ ശ്രീകോവിലിൽ കാണാം. കർക്കിടക മാസത്തിലെ ചോതി നാളിലാണ് ഇവർ സ്വർഗാരോഹണം ചെയ്തതത്രേ. സുന്ദരമൂർത്തി ഐരാവതത്തിൻ്റെ പുറത്തും പെരുമാൾ കുതിരപ്പുറത്തും സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇന്നും ഈ ദിവസം ക്ഷേത്രത്തിൽ അതിവിശേഷമായി കൊണ്ടാടപ്പെടുന്നു. പെരിയ പുരാണത്തിലും തേവാര പതികങ്ങളിലും അഞ്ചൈക്കുളം എന്ന പേരിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ക്ഷേത്രം 1780-ൽ ഡച്ചുകാർ ആക്രമിച്ചിട്ടുണ്ട്. അന്ന് ക്ഷേത്രത്തിലെ ബിംബം തച്ചുടച്ച് അതുപോലെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തു. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും ഈ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം അക്കാലത്താണ് തകർക്കപ്പെട്ടത്. 1801-ൽ കൊച്ചി സർക്കാർ ക്ഷേത്രം പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തി. ഇപ്പോൾ ക്ഷേത്രം കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലാണ്. 1982-ൽ ക്ഷേത്രം കേന്ദ്ര സർക്കാർ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. തിരുവഞ്ചിക്കുളം ദേശത്തിൻ്റെ ഒത്ത നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ദർശനം കിഴക്കോട്ടാണ്. ക്ഷേത്രത്തിൽ നിന്നും നേരെ കിഴക്കുമാറി കൊടുങ്ങല്ലൂർ കായലിൻ്റെ ഒരു കൈവഴിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ സംസ്ഥാന പാതയും ദേശീയപാതയും കടന്നുപോകുന്നു. പടിഞ്ഞാറേ നടയിൽ വലിയൊരു ആൽമരമുണ്ട്. ഈ അരയാലിനെ ത്രിമൂർത്തി സ്വരൂപമായി കണക്കാക്കപ്പെടുന്നു. മുകളിൽ ബ്രഹ്മാവ്, നടുക്ക് വിഷ്ണു, താഴെ ശിവൻ എന്നതാണ് ക്രമം. അരയാലിന് കീഴിലായി ഏതാനും ദേവപ്രതിഷ്ഠകളും കാണാം. പ്രത്യേക രൂപത്തോടുകൂടിയ ഒരു ശിവരൂപം ഇതിൽ പ്രധാനമാണ്. നിത്യവും ഇവിടെ വിളക്ക് കൊളുത്താറുണ്ട്. പടിഞ്ഞാറേ നടയിൽ തെക്കേ വരിയിൽ ഒരു കല്യാണ മണ്ഡപമുണ്ട്. വടക്കേ വരിയിൽ പ്രത്യേകം തീർത്ത മതിലകത്തെ ശ്രീകോവിൽ മാത്രമായി ചെറിയൊരു ക്ഷേത്രമുണ്ട്. ഇവിടെയും ശിവപ്രതിഷ്ഠയാണുള്ളത്. കൊട്ടാരത്തിൽ ശിവൻ എന്നാണ് ഈ പ്രതിഷ്ഠയ്ക്ക് പേര്. ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറായി ഒരു കുളം കാണാം. രാമഞ്ചിറ എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ പ്രവേശന കവാടങ്ങളുണ്ട്. 3 നിലകളോടുകൂടിയ അതിഗംഭീരമായ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്നു. ഈ ഗോപുരത്തിന് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരവുമായി നല്ല രൂപസാദൃശ്യമുണ്ട്. കിഴക്കേ ഗോപുരത്തിലാണ് തവിൽ, നാദസ്വരം, കുഴിത്താളം, ശ്രുതിപ്പെട്ടി തുടങ്ങിയ വാദ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്. നാലമ്പലത്തിന് പുറത്തു മാത്രമേ ഈ വാദ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂ എന്നതിനാലാണ് ഇവ ഗോപുരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത്. രാവിലെ പള്ളി ഉണർത്തലിനും 5 പൂജകൾക്കും ദീപാരാധനയ്ക്കുമെല്ലാം ഇവിടെ നാദസ്വരം വായിക്കാറുണ്ട്. ഉത്സവകാലത്ത് നിരവധി നാദസ്വര വിദ്വാൻമാർ ഇവിടെ വന്ന് വായിച്ചു പോവാറുണ്ട്. 1801-ൽ കൊച്ചി സർക്കാർ ക്ഷേത്രം പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തി. ഇപ്പോൾ ക്ഷേത്രം കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലാണ്. 1982-ൽ ക്ഷേത്രം കേന്ദ്ര സർക്കാർ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. തിരുവഞ്ചിക്കുളം ദേശത്തിൻ്റെ ഒത്ത നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ദർശനം കിഴക്കോട്ടാണ്. ക്ഷേത്രത്തിൽ നിന്നും നേരെ കിഴക്കുമാറി കൊടുങ്ങല്ലൂർ കായലിൻ്റെ ഒരു കൈവഴിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ സംസ്ഥാന പാതയും ദേശീയപാതയും കടന്നുപോകുന്നു.
ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയായ പരമശിവൻ സദാശിവഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രമാണിത്. 33ഓളം ഉപദേവതകളുണ്ടെന്നാണ് പറയുന്നത്. ഇവരിൽ 12 പേർ ശിവന്റെ തന്നെ വിവിധ രൂപഭേദങ്ങളാണ്. കൂടാതെ പാർവതീദേവി, ദുർഗാ ഭഗവതി, ഭദ്രകാളി, ഗംഗാദേവി, ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, സപ്തമാതൃക്കൾ, വീരഭദ്രൻ, ചണ്ഡികേശ്വരൻ, നാഗദൈവങ്ങൾ, ഉണ്ണിത്തേവർ, ഭൃംഗീരടി, ചേരമാൻ പെരുമാൾ, സുന്ദരമൂർത്തി തുടങ്ങിയ ഉപപ്രതിഷ്ഠകളാണുള്ളത്. ശൈവസിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതുതന്നെ. കേരളത്തിലെ ആദ്യ വൈഷ്ണവ ക്ഷേത്രമായ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് അല്പം കിഴക്കായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ വിശേഷ പൂജയാണ് പള്ളിയറ പൂജ. ദമ്പതി പൂജ, ഉമാമഹേശ്വരി പൂജ എന്നും പറയാറുണ്ട് ഈ പൂജയെ. വിവാഹം വൈകുന്ന ഭക്തർ ഇവിടെ പള്ളിയറ പൂജ നേർന്നാൽ ഉടൻ വിവാഹം നടക്കും എന്ന വിശ്വാസമാണ്. അതുപോലെ ദീർഘസുമംഗലിയായിരിക്കുവാനും ഈ പൂജയിൽ പങ്കുകൊള്ളാറുണ്ട്. ആ ദിവസവും പള്ളിയറ പൂജയുണ്ട്. എന്നാൽ പൗർണമി ദിവസവും തിങ്കളാഴ്ചകളിലും നടക്കുന്ന പൂജ അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. പൗർണമിയും തിങ്കളാഴ്ചയും കൂടി വരുന്ന ദിവസം അതിവിശേഷമായി കരുതപ്പെടുന്നു. ഇവിടുത്തെ മറ്റൊരു വിശേഷ ദിവസം ധനുമാസത്തിലെ തിരുവാതിരയാണ്. കുംഭമാസത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ച് ആണ് ഇവിടുത്തെ കൊടിയേറ്റുത്സവം. ശിവരാത്രിക്ക് തൊട്ടു മുൻപ് വരുന്ന അഷ്ടമി നാളിൽ കൊടിയേറുന്ന ഉത്സവം ശിവരാത്രി കഴിഞ്ഞ് വരുന്ന അമാവാസി നാളിൽ ആറാട്ടോടെ സമാപിക്കുന്നു. സമുദ്രത്തിലാണ് ആറാട്ട്. അഷ്ടമി നാളിൽ ഉത്സവം തുടങ്ങുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. ഉത്സവം തുടങ്ങുന്നതിനായിട്ട് കൊടുങ്ങല്ലൂരമ്മ തിരുവഞ്ചിക്കുളത്ത് എത്തിച്ചേരണം. തിരുവഞ്ചിക്കുളത്തപ്പൻ്റെ മകളായിട്ടാണ് കൊടുങ്ങല്ലൂരമ്മയെ കണക്കാക്കുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂരമ്മ ഇവിടെ വന്നതിന് ശേഷമാണ് ഉത്സവ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നത്. ആ ചടങ്ങിന് വേണ്ടി ഒരു ആനയോട്ടം ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടും. ഓടി വന്ന് ബലിക്കൽപുരയിലുള്ള പറയിൽ തൊട്ട് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മ ഇവിടെ വന്നു എന്നാണ് ഐതിഹ്യം. പിന്നീടാണ് കൊടിയേറ്റുന്നത്. കൊടിയേറി 2ാമത്തെ ദിവസം മുതൽ 6 ദിവസം വരെ ഉത്സവബലി നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഈ ദിവസങ്ങളിൽ ഇവിടെ തൊഴുന്നത് വളരെ അനുഗ്രഹമായി ഭക്തർ കരുതുന്നു. ദാരുശില്പങ്ങളും അതുപോലെ ചുമരിലെ അതിവിസ്മയകരമായ ചിത്രപ്പണികളും എല്ലാം കൊണ്ടും അതിസമ്പന്നമായ ഈ പുരാതന ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്.